സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ ഇത്തവണ തിളങ്ങിയത് മോഹൻലാൽ തന്നെയായിരുന്നു. പുരസ്കാര വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി മാറുകയും ചെയ്തു. എന്നാൽ മോഹൻലാൽ സംസാരിക്കുന്നതിനിടെയും വേദിക്ക് പുറത്തായി ചില നാടകീയ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. പുരസ്കാര ചടങ്ങിൽ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്താണ് അലൻസിയർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് വന്നത്. മോഹൻലാലിന് നേരെ കൈവിരലുകൾ തോക്കുപോലെ ചൂണ്ടിയായിരുന്നു അലൻസിയർ എത്തിയിരുന്നത്. മോഹൻലാലിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അലൻസിയർ ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ പ്രതികരണവുമായി അലൻസിയർ തന്നെ എത്തുകയുണ്ടായി. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇന്നലെ വൈകുന്നേരം 6 മണി മുതലായിരുന്നു പുരസ്കാര ചടങ്ങ് നടന്നിരുന്നത്. മോഹൻലാലിന്റെ സാന്നിധ്യം കൊണ്ട് പുരസ്കാര ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു. ചടങ്ങിൽ മോഹൻലാൽ എത്തിയത് കാണികൾക്ക് ഒന്നടങ്കം ആവേശവും ഉണ്ടാക്കി. മോഹൻലാൽ സംസാരിക്കുമ്പോൾ അലൻസിയർ വേദിക്ക് മുൻപിലേക്ക് വരികയായിരുന്നു. കൈവിരലുകൾ തോക്കുപോലെയാക്കി 2 തവണ ട്രിഗർ വലിച്ചുകൊണ്ടാണ് ലാലേട്ടന് നേർക്ക് അലൻസിയർ വന്നത്. മോഹൻലാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളമെന്ന ഭാവത്തോടെയായിരുന്നു മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സ്വീകരിക്കാനെത്തിയ അലൻസിയറുടെ പ്രവൃത്തി. ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മന്ത്രിമാർ നോക്കി നിൽക്കെയായിരുന്നു മോഹൻലാലിന് നേർക്ക് അലൻസിയർ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ബാലൻ, E ചന്ദ്രശേഖരൻ, കടകംപള്ളി സുരേന്ദ്രൻ, മാത്യു T തോമസ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ MLA എന്നിവർ വേദിയിലിരിക്കെയായിരുന്നു പ്രതിഷേധവുമായി അലൻസിയർ എത്തിയിരുന്നത്. അലൻസിയറുടെ അപ്രതീക്ഷിത നീക്കം മന്ത്രിമാരെയും ഞെട്ടിച്ചിരുന്നു. മോഹൻലാലിന് നേർക്ക് കൈത്തോക്ക് ചൂണ്ടിയ ശേഷം വേദിയിലേക്ക് കയറാനായി അലൻസിയർ ശ്രമിച്ചിരുന്നു. എന്നാൽ സ്റ്റേജിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ നടനെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി മഹേഷും പോലീസും ചേർന്ന് തടയുകയും സ്റ്റേജിന് പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. മോഹൻലാലിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അലൻസിയർ ഇങ്ങനെ ചെയ്തതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ മോഹൻലാലിന് നേരെ ഇങ്ങനെ ചെയ്തത് പ്രതിഷേധമായിരുന്നില്ലെന്നാണ് അലൻസിയർ പറയുന്നത്. മോഹൻലാൽ എന്ന മഹാനടനെതിരെ വെടിയുതിർത്തതല്ലെന്നും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ആരും സുരക്ഷിതരല്ലെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അലൻസിയർ പറഞ്ഞു. സ്റ്റേജിലേക്ക് കൈ ചൂണ്ടിയതാണെന്നും മോഹൻലാലിനെതിരെ കൈത്തോക്ക് ചൂണ്ടിയിട്ടില്ലെന്നും അലൻസിയർ പറയുന്നു. മോഹൻലാലിന്റെ അഭിനയത്തെ എന്നും ആരാധനയോടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. വ്യവസ്ഥിതിക്കെതിരെ സർക്കാസത്തിലൂടെ പ്രതികരിച്ചത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് അലൻസിയർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോടാണ് അലൻസിയർ ഇക്കാര്യം പറഞ്ഞതും. എന്തായാലും അലൻസിയറിന്റെ ഈ പ്രവൃത്തി ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്.